വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറി ബൈബിൾ ഡിവോഷൻ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂട്യൂബിലൂടെ കാണുന്ന വ്യക്തികൾ, ഫേസ്ബുക്കിലൂടെ കാണുന്ന വ്യക്തികൾ, ഹാർവസ്റ്റ് ടിവിയുടെ പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികൾ, സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിലൂടെ കേൾക്കുന്ന വ്യക്തികൾ എല്ലാവരും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. വി വുഡ് ലവ് ടു നോ. എല്ലാവരും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് കാണുന്ന വ്യക്തികളുണ്ടായിരിക്കാം, തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന വ്യക്തികളുണ്ടായിരിക്കാം, കേരളത്തിൻ്റെ വെളിയിൽ നിന്ന്, ഇന്ത്യയുടെ വെളിയിൽ നിന്ന് കാണുന്ന വ്യക്തികളുണ്ടായിരിക്കാം. വി ആർ വൺ ഫാമിലി. നമ്മൾ ഒരു കുടുംബമായി ഒരുമിച്ച് ഇന്ന് വചനം കേൾക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചന സന്ദേശം ഇസ് വെരി സ്പെഷ്യൽ. ഇന്നത്തെ ഒരു കീ സ്പോൺസർ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ആ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജയ ബസ്വരാജ് ഫ്രം ബാംഗ്ലൂർ. ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ 28 മകൻ ആദിത്യയുടെ 30ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദിത്യ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആദിത്യ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ആ മകൻ്റെ ലൈഫിൽ അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക തുണി അങ്ങ് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൻ്റെ കഴിവിന് യോഗ്യമായ ഒരു നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൻ്റെ ലൈഫിൽ വലിയൊരു ബ്രേക്ക് ത്രൂവിൻ്റെ ഒരു വർഷമായി തീരട്ടെ. ഈ വർഷം തന്നെ ഈ പറഞ്ഞ വിഷയങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓർപ്പിച്ചതുപോലെ നമുക്ക് ഇന്ന് രാത്രിയാണ് നമ്മുടെ ദുബായിലെ മിറക്കിൾ നൈറ്റ് നടക്കുന്നത്. സോ UAE നിന്ന് കാണുന്ന വ്യക്തികൾ, നിങ്ങൾ ഇന്ന് രാത്രി വോയിസ് ഇൻ്റർനാഷണൽ ഹാളിൽ നിങ്ങൾ വന്ന് ചേരുക. ഡോക്ടർ ബെറ്റി കിങ്, പാസ്റ്റർ ഡേമിയൻ ആൻ്റണി തുടങ്ങിയുള്ള അതിശക്തരായ ശുശ്രൂഷകർ എല്ലാം വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു നൈറ്റ് ഓഫ് മിറക്കിൾസ് ആണ്. നിങ്ങളുടെ അത്ഭുതത്തെ സ്വീകരിക്കാൻ വന്ന് ചേരുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. Jesus Christ was the Son of the living God. He had to learn to deal with people that people did not like. But he moved in the power of the Holy Spirit. He moved in authority, so every demon that came near him, he subdued it. Couldn't leave it alone, maybe it's my fault. I need Jesus, Jesus. I need Jesus, Jesus. Break the chains I'm bound, I wanna be free. Need the Son of God to come and save me. I need Jesus, Jesus. I need Jesus, Jesus. വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ആഴ്ചയിലെ നമ്മുടെ തീം എന്ന് പറയുന്നത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രധാനമായും പ്രവർത്തിക്കുന്ന, അവർക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ, കരുതുവാൻ, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന 6 പ്രധാനപ്പെട്ട വഴികൾ അല്ലെങ്കിൽ ചാനലുകൾ. ഗോഡ്സ് മേജർ വേസ് ഓഫ് സപ്ലൈങ് തിങ്സ് ഓർ പ്രൊവൈഡിങ് ഫോർ അസ്, അല്ലെങ്കിൽ മൈ സപ്ലൈ ലൈൻ. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സപ്ലൈ ലൈൻ എന്താണ്? അപ്പോൾ അതിൽ നമ്മൾ 4 നമ്മൾ കണ്ടു അല്ലേ. ഒന്നാമത്തേത് നേച്ചർ ആൻഡ് ക്രിയേഷൻ. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം, അതിലൂടെ ദൈവം വേണ്ടത്ര ഇവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രൈമറി സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ദൈവം എല്ലാ തലമുറകൾക്കും എല്ലാ കാലത്തും ആവശ്യമുള്ള എല്ലാ ജാതികൾക്കും ജനതകൾക്കും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നത്. മത്സ്യസമ്പത്ത്, മൃഗസമ്പത്ത്, സകലവും വേണ്ടത്ര. അവിടെയാണ് സീഡ് പ്രിൻസിപ്പിൾ ആക്റ്റീവ് ആകുന്നത്. രണ്ടാമത്തത്, ഇത് ദൈവത്തിൻ്റെ കൈയാണ് അതിൻ്റെ പുറകിൽ. രണ്ടാമത്തത് നമ്മുടെ കൈയാണ്, വർക്ക്. നാം ചെയ്യുന്ന ജോലി, നാം ചെയ്യുന്ന പ്രവൃത്തി, ബിസിനസ്, ജോലി, ശുശ്രൂഷ, വടവ, അതിലൂടെ പ്രവർത്തിക്കുന്നു. ദെൻ അത് നമ്മുടെ കൈയാണ്. നെക്സ്റ്റ്, പീപ്പിൾസ് ഹാൻഡ്സ്, അതേഴ്സ്, മറ്റുള്ളവരുടെ കൈകളിലൂടെ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടത്. പിന്നെ നമ്മൾ കണ്ടു സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്. നാച്ചുറൽ സപ്ലൈ ഉണ്ട്, സൂപ്പർ നാച്ചുറൽ സപ്ലൈ ഉണ്ട്. ആ രീതിയിൽ കർത്താവ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹിസ് പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ദാറ്റ് മീൻസ് ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ ഹിസ് വേർഡ് ആൻഡ് പ്രോമിസസ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, അവൻ്റെ വാഗ്ദത്തങ്ങൾ.
സോ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ വെയർ ഹൗസ് ഓഫ് ഡിവൈൻ സപ്ലൈ. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവികമായ സപ്ലൈയുടെ ഒരു ഭണ്ഡാരമാണ്, പാണ്ഡികശാലയാണ്, സ്റ്റോർ ഹൗസാണ്. ഇപ്പോൾ മാത്യു 4:4 വായിക്കുമ്പോൾ യേശുവിനെ പിശാച് പരീക്ഷിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ പ്രതികരണങ്ങളിലൊന്ന്, man shall not live on bread alone, but on every word that comes from the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. വാവ്! അപ്പോൾ ഈ വചനങ്ങൾ കൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ, അപ്പം കൊണ്ട് മാത്രമല്ല. അല്ലെങ്കിൽ ദൈവവചനമാണ് സകലത്തിൻ്റെ ആധാരം. സൃഷ്ടിപ്പിൻ്റെ ആധാരം ദൈവവചനമാണ്, രക്ഷയുടെ ആധാരം ദൈവവചനമാണ്, നമ്മുടെ നിലനിൽപ്പ് ദൈവവചനമാണ്, സൃഷ്ടിച്ച സകലത്തെ താങ്ങി നിർത്തുന്നത് അവൻ്റെ വചനമാണ്. സോ ഗോഡ്സ് വേർഡ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് പ്രൊവിഷൻ ഇൻ സ്പോക്കൺ ഫോം. ദൈവവചനം ബൈബിളിലെടുത്ത് വായിക്കുമ്പോൾ ചിലർ എന്തൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കട്ടെ, ഇവിടെ ക്രിയേഷൻ സ്റ്റോറി എന്താണ്, ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇങ്ങനെയൊക്കെ വായിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഗോഡ്സ് വേർഡ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻഫർമേഷൻ. അതിൽ ചില വിവരങ്ങൾ, അല്പം ജ്ഞാനം, ഇത് മാത്രമല്ല അതിനകത്തുള്ളത്. ഇറ്റ് ഈസ് പ്രൊവിഷൻ ഇൻ സ്പോക്കൺ ഫോം. വാഗൊണ്ട് സംസാരിക്കപ്പെട്ട നമുക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ, സപ്ലൈ മൊത്തം ഇതിനകത്തുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കും. See, whenever God speaks, He releases potential power and provision. ദൈവം സംസാരിക്കുമ്പോഴേക്ക് എന്താ ചെയ്യുന്നത്? ദൈവം കഴിവുകൾ, ശക്തി, നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ റിലീസ് ചെയ്യുകയാണ്. ദൈവം സംസാരിക്കുമ്പോൾ അതോടൊപ്പം പല സപ്ലൈ നടക്കും. So the word is the seed of every supply you will ever need. നിങ്ങൾക്കാവശ്യമുള്ള എന്തിൻ്റെയും സപ്ലൈ, അതിൻ്റെ സീഡ് കിടക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. എന്തിൻ്റെയും. സോ യു ഡോണ്ട് നീഡ് ടു ചേസ് ബ്ലെസ്സിങ്സ് വെൻ യു ക്യാൻ സ്റ്റാൻഡ് അപ്പോൺ ഹിസ് പ്രോമിസസ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മേൽ കയറി നിൽക്കുമ്പോൾ, ചവിട്ടി നിൽക്കുമ്പോൾ, അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അനുഗ്രഹങ്ങളെ തേടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. അനുഗ്രഹം നമ്മളുടെ പുറകെ വരികയും നമ്മളെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ വചനം. ലൂക്കോസിൻ്റെ സുവിശേഷം 1:37, ഫോർ നോ വേർഡ് ഫ്രം ഗോഡ് വിൽ എവർ ഫെയിൽ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനവും പരാജയപ്പെടുകയില്ല, പാഴാകുകയില്ല. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും ഒരിക്കലും പാഴാകുകയില്ല. ശ്രദ്ധിച്ചായിരുന്നു? ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പാഴാകുകയില്ല. ദിസ് ഈസ് ബിക്കോസ് ഗോഡ്സ് വേർഡ് ക്യാരീസ് ക്രിയേറ്റീവ് പവർ. ദൈവത്തിൻ്റെ വചനത്തിന് ഉളവാക്കുവാനുള്ള ശക്തിയുണ്ട്. വചനം വന്നു കഴിയുമ്പോൾ അതിന് പലതിനെയും ഉളവാക്കിയെടുക്കാൻ കഴിയും. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുമില്ലായ്മ സകലത്തെ ഉളവാക്കുന്ന ആ പരിപാടി കഴിഞ്ഞു, ആ സൃഷ്ടിപ്പ് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മുമ്പിൽ ഹാജരാക്കാൻ, നമ്മുടെ മുമ്പിൽ ഫോം ചെയ്യാൻ, നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. അതായത് ദ സെയിം വേർഡ് ദാറ്റ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ് സ്റ്റിൽ സസ്റ്റെയിൻസ് ഇറ്റ്. അതാണ് എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം. 11:3 തോന്നുന്നു, ഹീബ്രൂസ് 11:3 ഐ തിങ്ക്. അവിടെ പറയുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ വചനം തന്നെയാണ് ആ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത്. സകലത്തെയും തൻ്റെ ശക്തിയേറിയ വചനത്താൽ താങ്ങി നിർത്തുന്നവൻ. എബ്രായ ലേഖനം 1:3 കാണാം, 11:3 കാണാം. സാം 33:6 വായിക്കുന്നത് ഇങ്ങനെയാണ്, ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ് ദ ഹെവൻസ് വെർ മെയ്ഡ്. ദൈവത്തിൻ്റെ വചനത്താലാണ് സ്വർഗം നിർമ്മിക്കപ്പെട്ടത്. Their starry host by the breath of his mouth. മാത്രമല്ല, ഇവിടെയുള്ള നക്ഷത്രജാലങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, അതെല്ലാം അവൻ്റെ വായിലെ ശ്വാസത്താൽ നിർമ്മിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. Whatever you lack today already exists in the spoken realm. സോ കർത്താവ് വാഗൊണ്ട് സംസാരിച്ചു വെച്ചിട്ടുള്ള ആ തലത്തിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാത്തത്, അത് അവിടെ ഇരിപ്പുണ്ട്.
കർത്താവിൻ്റെ സ്പോക്കൺ റെലമിൽ ഓൾറെഡി ഉണ്ട്. ഇറ്റ് മാനിഫെസ്റ്റ് വെൻ യു ബിലീവ് ആൻഡ് ആക്ട് ഓൺ ഗോഡ്സ് വേർഡ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് അത് വെളിപ്പെട്ട് വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? വിശ്വസിക്കുകയും ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേൽ ചില പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. Hebrews 11:3 ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം വായിക്കാം. By faith we understand that the universe was formed at God's command, so that what is seen was not made out of what was visible. അതായത് ഈ കാണുന്ന സകലവും ദൈവത്തിൻ്റെ വചനത്താൽ, കാണുന്ന പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ആജ്ഞയാൽ, ദൈവത്തിൻ്റെ കൽപ്പനയാൽ, ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ നമ്മൾ അറിയുന്നു. ഇനി എന്തിനാണ്? സോ ദാറ്റ് വാട്ട് ഈസ് സീൻ വാസ് നോട്ട് മെയ്ഡ് ഔട്ട് ഓഫ് വാട്ട് വാസ് വിസിബിൾ. കാണുന്നതിൽ നിന്നല്ല, കാണാത്തതിൽ നിന്നാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത് എന്ന് തെളിവാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്താൽ സകലം ഉളവായി എന്ന് നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു. വാ. സോ പ്രൊവിഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ അൺസീൻ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് കാണാത്ത ലോകത്തിൽ നിന്നാണ്. അഥവാ മെറ്റീരിയൽ വേൾഡിനപ്പുറത്തുള്ള ആത്മീയ ലോകത്തിൽ നിന്ന്, അദ്രവത്വത്തിൻ്റെ ലോകത്തിൽ നിന്ന്, സ്വർലോകത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന വിസിബിളായിട്ടുള്ള സകലവും വന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ സപ്ലൈയും വരുന്നത്. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ വാഗ്ദത്വവുമാണ്. വെൻ യു സ്പീക്ക് ആൻഡ് സ്റ്റാൻഡ് ഓൺ ഗോഡ്സ് വേർഡ്, യു ഡ്രോ അൺസീൻ റിസോഴ്സസ് ഇൻ ടു വിസിബിൾ റിയാലിറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ, ഈ അദൃശ്യമായ തലത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള സകലത്തെയും നമ്മൾ ദൃശ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒന്നുമില്ലായ്കയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 5:4 ഇങ്ങനെയാണ്. When he had finished speaking, he said to Simon, put out into deep water and let down the nets for a catch. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറയുന്ന ഇതാണ്. ഈ കർത്താവ് പത്രോസിൻ്റെ വഞ്ചിയിൽ കയറി, ബോട്ടിൽ കയറി നിന്ന് പ്രസംഗിച്ചു. ശരിക്കും പറഞ്ഞാൽ പത്രോസിൻ്റെ ഫിഷിംഗ് ബോട്ട് യേശുവിൻ്റെ പുൾപിറ്റായി. അവിടെ നിന്നുകൊണ്ട് ജനങ്ങളോട് ഇങ്ങനെ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം ബോട്ടുടമയായ ഈ പുൾപിറ്റ് നൽകിയ ശിമോൻ പത്രോസിനോട് പറയുകയാണ്, പുട്ട് ഔട്ട് ഇൻ ടു ഡീപ്പ് വാട്ടർ, ആഴത്തിലേക്ക് നീ വലയിറക്കിക്കൊള്ളാൻ പറയും. ലെറ്റ് ഡൗൺ ദ നെറ്റ്സ് ഫോർ എ ക്യാച്ച്, മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് ചെയ്തത് എന്താണ്? കർത്താവ് വലയിട്ടില്ല, കർത്താവ് ഒരറ്റത്ത് പിടിച്ചു കൊടുത്തില്ല. കർത്താവ് ആകെ പറഞ്ഞ ഹി സ്പോക്ക് ദ വേർഡ്, വചനം സംസാരിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വചനമാണ് നമ്മുടെ സ്റ്റോർ ഹൗസ്, വചനമാണ് നമ്മുടെ ബാങ്ക്, വചനത്തിലാണ് എല്ലാം ഉള്ളത്. വചനമാണ് അദൃശ്യ തലത്തിൽ നിന്ന് ദൃശ്യതലത്തിലേക്ക് സകലത്തെ വിളിച്ച് ഇറക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവവചനം നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കാമെങ്കിൽ, ദൈവവചനത്തിൽ ചവിട്ടി നിൽക്കാമെങ്കിൽ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് കാണാത്ത കാര്യങ്ങൾ കാണുന്ന തലത്തിലേക്ക്, ദൃശ്യമണ്ഡലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് കർത്താവ് കൊണ്ടുവരും. ഐ ആം എക്സൈറ്റഡ്. ഭയങ്കരമായിട്ടൊരു ആവേശം എൻ്റെ അകത്ത് തോന്നുന്നു. നിങ്ങളുടെ അകത്ത് തോന്നുന്നുണ്ടോ? ഇനി പീറ്റർ ഹാഡ് ഫിഷ്ഡ് ഓൾ നൈറ്റ്, എല്ലാവർക്കും അറിയാം. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. അദ്ദേഹം തന്നെ പറയുന്ന, അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ, നിരാശയിൽ നിന്നുള്ള വാക്കുകൾ. പക്ഷേ യേശു ഒരിക്കൽ പോലും നിരാശയുടെ വാക്കുകൾ പറയുന്നില്ലല്ലോ. ആൻഡ് ഗോട്ട് നത്തിങ് യെറ്റ് വൺ വേർഡ് ഫ്രം ജീസസ് ചേഞ്ച്ഡ് എവറിത്തിങ്. ഇങ്ങനൊരു അവസ്ഥയിലാണ് പത്രോസെങ്കിലും കർത്താവ് പറഞ്ഞ ഒരു വചനം അവൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചു. അതോടുകൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞ കർത്താവ് അതെല്ലാം വിട്ടിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്.
നമ്മളൊക്കെ ആണെങ്കിൽ അതൊന്ന് വിറ്റ് കാശാക്കി വീട്ടിൽ എല്ലാം കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്ത് അതൊക്കെ അതിന് കുറച്ച് എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാം. നോ അവനെല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി. Now, at his word, they enclosed a net-breaking, boat-sinking harvest. യേശുവിൻ്റെ ആ വചനത്തിൽ അവർ കണ്ടത് എന്തായിരുന്നു? വല കീറുന്ന, ബോട്ടിനെ മുക്കുന്ന അത്രയും വലിയ ഒരു പെരുത്ത മീൻകൂട്ടം. വാവ് അവൻ്റെ ആ ബോട്ടിനകത്തേക്ക് കർത്താവ് ഇട്ടുകൊടുത്തു. എങ്ങനെയാണ് സംഭവിച്ചത്? ഹിസ് വേർഡ്, അവൻ്റെ വചനത്തിൽ, അവൻ്റെ വാഗ്ദത്തത്തിൽ പ്രൊവിഷൻ ഉണ്ട്. ആരോടൊക്കെ ഇന്ന് കർത്താവ് ശക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തൊന്നിടണം, കുറിച്ച് വെക്കണം. ഗോഡ്സ് പ്രൊവിഷൻ ഈസ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു അൻ ഇൻസ്ട്രക്ഷൻ. ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ സപ്ലൈ എല്ലായ്പ്പോഴും ഒരു നിർദ്ദേശത്തോട് കണക്ട് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കും, അതിനോട് കണക്ട് ചെയ്താണ് എബണ്ടൻസ് കിടക്കുന്നത്. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഒരു വലിയ സമൃദ്ധി കാണാതിരിക്കാൻ കാരണം നമ്മൾ പലപ്പോഴും അവൻ പറഞ്ഞ വാക്കുകൾ, കൽപ്പനകൾ അനുസരിക്കുന്നില്ല. നാം അനുസരിക്കാമെങ്കിൽ ഒരു വലിയ സമൃദ്ധി മുമ്പിൽ കിടക്കുകയാണ്. സോ ഇഫ് യു ക്യാൻ ഹിയർ ആൻഡ് ഒബേ ഹിസ് വേർഡ്, യുവർ എംപ്റ്റി നെറ്റ്സ് വിൽ ഓവർഫ്ലോ. അപ്പോൾ കർത്താവ് പറയുന്നത് കേട്ട്, അവൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ വചനം കേട്ട്, അവൻ്റെ വാഗ്ദത്തം കേട്ട് അതനുസരിക്കാമെങ്കിൽ എംപ്റ്റി നെസ്റ്റ്, രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ നിരവധി യാമങ്ങൾ, നിരവധി മണിക്കൂറുകൾ അധ്വാനിച്ചു, പാഴ്വേല ചെയ്തു, ക്ഷീണിക്കുന്നതല്ലാതെ, ഉറക്കമുളച്ചതല്ലാതെ ഒന്നും കിട്ടിയില്ല. ഒരു മീനെങ്കിലും കിട്ടിയില്ല. കർത്താവ് ഒരു മീനെന്ന് പറയാറുണ്ട്, ഒന്നും കിട്ടിയില്ല. ചിലരൊക്കെ ജീവിതത്തിൽ മൊത്തം ശൂന്യമാണ്, എത്ര അധ്വാനിച്ചിട്ട് ഒന്നുമില്ല, കാലിയാണല്ല. പക്ഷെ അവിടെയാണ് കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നാൽ ഈ കാലി ആയിട്ടുള്ള നെറ്റുകൾ, കാലിയായിട്ടുള്ള വലയും വള്ളവും എല്ലാം നിറഞ്ഞ് കവിയുന്ന, അവർക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ കൂടി മാടി വിളിച്ച്, കാരണം ഈ ബോട്ട് മുഴുവൻ നിറഞ്ഞ് മീൻ പുറത്തേക്ക് പോവുകയാണ്. മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ വഞ്ചിയിൽ കൂടെ അവർ ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് ലൂക്കോസ് 5:6 വായിച്ചു നോക്കാം. Luke 5:6. When they had done so, they caught such a great number of fish that their nets began to break. അതാണ് നെറ്റ് ബ്രേക്കിംഗ്, ബോട്ട് സിങ്കിങ്, ക്യാച്ച് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയൊരു പ്രവചനദൂത് പോലെ അല്ല, പ്രവചനദൂതായിട്ട് പറയുകയാണ്. When you obey divine instruction, what failed before will suddenly begin to work. ഒരു കാലത്ത് പല പ്രാവശ്യം ചെയ്തു വിജയിക്കാത്തത് കർത്താവിൻ്റെ വചനം അനുസരിച്ച ശേഷം ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. RN എക്സാം ഒത്തിരി പ്രാവശ്യം എഴുതി ബ്രദറെ പാസ്സാവുന്നില്ല, ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്വാളിഫയിങ് എക്സാം, അടുത്ത പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളൊരു എക്സാം പല പ്രാവശ്യം എഴുതി ഒരിക്കലും വിജയിക്കുന്നില്ല. IELTS എഴുതി, സ്പീക്കിങ്ങിൽ പോകുന്നു, അതിൽ പോകുന്നു, ഇതിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ പല പ്രാവശ്യം ചെയ്തിട്ടും കോൺഫിഡൻസ് ലെവൽ പോലും നഷ്ടപ്പെട്ട് പരാജയം ഹെവിയായി അകത്ത് വന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയും, ദൈവത്തിൻ്റെ വചനം ഒന്ന് ശരിക്കൊന്ന് അനുസരിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പത്രോസ് അത് ചെയ്ത് എത്ര പ്രാവശ്യം ഇത്രയും 3-4 യാമം ഇവർ ഈ ഇത്രയും മണിക്കൂറുകൾ എത്ര പ്രാവശ്യം വലയിറക്കി കാണും. അപ്പോൾ ഓരോ പ്രാവശ്യവും വലയെറിയുന്നു, വലിയ പ്രതീക്ഷയോടുകൂടി ഇവരെല്ലാം ചേർന്ന് വലിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ല, മീൻസ് ഒന്നുമില്ല, വീണ്ടും ഇടുന്നു. എത്ര പ്രാവശ്യം ഇവർ ഈ വലയിറക്കി കാണും? ഐ ഡോണ്ട് നോ. 30 പ്രാവശ്യം, 40 പ്രാവശ്യം, 50 പ്രാവശ്യം, 60 പ്രാവശ്യം, 120 പ്രാവശ്യം, ഐ ഡോണ്ട് നോ. അത്രയും പ്രാവശ്യം ഇവർ വലയിറക്കി, ഒന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ തന്നെ ആഴത്തിലേക്ക് കർത്താവ് പറഞ്ഞപ്പോൾ ഇട്ടപ്പോൾ അനേക പ്രാവശ്യം പരാജയപ്പെട്ടത് ജയമായി മാറി. ഇതൊരു പ്രവചനദൂതാണെന്ന് ഞാൻ നിങ്ങളെ നോക്കിയാണ് പറയുന്നത്. അനേക പ്രാവശ്യം പരാജയപ്പെട്ട സ്ഥാനത്ത് യേശു കർത്താവിൻ്റെ വാക്കനുസരിച്ച് നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്താൽ ഇതുവരെ ഉണ്ടായ എല്ലാ ദുഃഖങ്ങളും പരാജയവും മായ്ച്ചു കളയുന്ന ഒരു വലിയ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നൊരു ബ്ലെസ്സിങ് തരാൻ കർത്താവിന് സാധിക്കും. ഒരു ആമേൻ പറഞ്ഞു.
എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക. നെറ്റ് ബ്രേക്കിംഗ്, ബോട്ട് സിങ്കിങ്, ബ്ലെസ്സിങ്സ്. വല കീറുന്ന, ബോട്ട് മുക്കുന്ന തരത്തിലുള്ള അനുഗ്രഹം. ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിധവയുടെ എണ്ണ വർദ്ധിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ തന്നെ പ്രവാചകൻ്റെ വാക്ക് ദൈവവചനമാണ്. അതനുസരിച്ച് ഉടൻ തന്നെയാണ് അവിടെ ഭയങ്കരമായ ഒരു വർധനവുണ്ടായത്. 2 Kings chapter 4 verse number 3. 2 രാജാക്കന്മാർ 4:3 Go around and ask all your neighbors for empty jars. നീ പുറത്തേക്ക് പോയിട്ട് എല്ലാ അയൽക്കാരോടും എന്ത് ചോദിക്കണം? എംപ്റ്റി ജാർസ് ചോദിക്കണം. കാലിപ്പാത്രങ്ങൾ മേടിച്ചോളാൻ പറയും. ഡോണ്ട് ആസ്ക് ഫോർ ജസ്റ്റ് എ ഫ്യൂ. പാത്രങ്ങൾ കുറവായിരിക്കരുത്. അഥവാ ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് മുട്ടി, ഹലോ മുട്ടി, പാത്രങ്ങൾ എന്തെങ്കിലും ഇരിപ്പുണ്ട് ഇവിടെ? എന്തിനാ മക്കളെ? അയ്യോ മമ്മി പറഞ്ഞു പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം. ഓക്കെ, ഒരെണ്ണം തരാം. ഒന്ന് പോരാ, കൂടുതലുണ്ടോ? ഒന്ന് നോക്കി ചേച്ചി. വീണ്ടും പോകുന്നു. 2 കുറച്ചുകൂടി ഉണ്ടാവുമോ? ഇനി ഒരു വീട്ടിൽ നിന്ന് 6 കിട്ടി, അടുത്ത വീട്ടിൽ നിന്ന് ഒരു 7 കിട്ടി, വേറൊരു വീട്ടിൽ നിന്ന് 4 കിട്ടി. പക്ഷേ വീണ്ടും ചോദിക്കുക. എല്ലായിടത്തും പോയി മാക്സിമം പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഡോണ്ട് ആസ്ക് ഫോർ ജസ്റ്റ് എ ഫ്യൂ. ഏതാനും പാത്രങ്ങൾക്ക് വേണ്ടി ചോദിക്കരുത്. എത്രത്തോളം. സോ God's capacity is never limited. God's supply is never limited. It is unstoppable. അത്രയും വലിയ സപ്ലൈ ആണ് ദൈവത്തിനുള്ളത്. ലിമിറ്റേഷൻ നമ്മുടെ കയ്യില്ല. പാത്രങ്ങളുടെ കുറവാണ്. നമ്മുടെ കപ്പാസിറ്റിക്കാണ് ലിമിറ്റേഷൻ ഉള്ളത്. ദൈവത്തിൻ്റെ കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ വിധവ, ഈ ഓയിൽ മെർച്ചൻ്റായി തീർന്ന വിധവ, ഇപ്പം നമ്മളൊക്കെയാണെങ്കിൽ ചെയ്യുന്നത് എന്താണ്? ഒരു പണി ചെയ്യാം. ഇപ്പോൾ ഒരിക്കൽ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ്റെ, ഒരു പ്രവാചകൻ്റെ ഭാര്യയാണ് മക്കളെ പിടിച്ചുകൊണ്ടാകുമ്പോൾ ഈ പരിതാപകരമായ അവസ്ഥയിൽ നമുക്ക് എല്ലായിടത്തും ഒരു മെസ്സേജ് അയച്ച് നമുക്കൊരു കളക്ഷൻ എടുക്കാം. കുറച്ച് പൈസ കളക്ട് ചെയ്ത് അങ്ങ് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് അത്യാവശ്യമുള്ള കടവും വെട്ടി കുറച്ചൊന്ന് ബാങ്കിലിട്ട് കൊടുത്താൽ ബാക്കി അവരങ്ങ് ജീവിച്ചോളൂ. ഇതെല്ലാം നമ്മൾ ഹ്യൂമൻലി ചിന്തിക്കുന്നത്. പക്ഷേ എലൈഷ നെവർ ഗവ് ഹർ മണി. പൈസയെ കൊടുത്തില്ല. But he gave her a word. വചനമാണ് കൊടുത്തത്. ഇന്ന് ഞാനും നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലർ ഭയങ്കര കടഭാരത്തിലും പലിശക്കടത്തിലും ജപ്തിയുടെ മുമ്പിലൊക്കെ ആയിരിക്കാം. ഞാൻ കാശ് തരുന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം തരികയാണ്. ഈ വചനം അനുസരിക്കാമെങ്കിൽ കടവും വീടും ബാക്കി പണം കൊണ്ട് ശിഷ്ടായുസ് ജീവിച്ച് മറ്റുള്ളവർക്കും കൊടുക്കാനുള്ളത് കർത്താവ് തരും. വിശ്വാസം ഉണ്ടെങ്കിൽ കൈകളെ കടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. ആമേൻ. സോ ഈ ലേഡി, വെൻ ഷി ബിലീവ്ഡ് ഇറ്റ്, ഷീ ഒബേഡ് ഇറ്റ്. വചനം വിശ്വസിച്ചു, വചനം അനുസരിച്ചു. ആൻഡ് ഹെയർ ഓയിൽ മൾട്ടിപ്ലൈഡ് സൂപ്പർ നാച്ചുറലി. സാധാരണ രീതിയിലൊന്നുമല്ല, ഭയങ്കരമായി ആ എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി. ദ ഇൻസ്ട്രക്ഷൻസ് സീംഡ് വെരി വെരി സിമ്പിൾ, ബട്ട് ഇറ്റ് അൺലോക്ക്ഡ് എബണ്ടൻസ്. ഈ സ്ത്രീക്ക് കൊടുത്തത് എന്താണ്? കുറേ പാത്രം മേടിച്ചുകൊണ്ട് വന്ന് വാതിലടച്ചൊഴിക്കാൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. പിന്നെ പാത്രങ്ങൾ അടുത്ത വീടുകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരോട് ഇനി പാത്രം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പുറകെ കിടക്കും. എന്തിനീ പുകലിന് പോകണം? നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല, സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അനുസരിച്ചപ്പോൾ അവിടെ ഉണ്ടായത്, ഷീ അൺലോക്ക്ഡ് എബണ്ടൻസ് ത്രൂ ഹെർ ഒബീഡിയൻസ്. അനുസരണത്തിലൂടെ ഒരു സമൃദ്ധിയെ അവൾ തുറന്നു വിട്ടു. സോ മിറക്കിൾസ് ഫ്ലോ ത്രൂ ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, നോട്ട് ത്രൂ വിസിബിൾ റിസോഴ്സസ്. മിറക്കിൾസ് നടക്കുന്നത് കാണുന്ന ചില കാര്യങ്ങളിലൂടെയല്ല, നമ്മളുടെ വിശ്വാസത്തിൻ്റെ അനുസരണത്തിലൂടെയാണ്. സോ യുവർ മിറക്കിൾ സ്റ്റോപ്സ് വേർ യുവർ ഒബീഡിയൻസ് സ്റ്റോപ്സ്. എവിടെ അനുസരണം നിൽക്കുമോ അവിടെ അത്ഭുതവും നിൽക്കും. ഓക്കെ, സോ കീപ് ഗ്യാദറിങ് വെസൽസ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പാത്രങ്ങൾ വീണ്ടും വാങ്ങുക. കീപ് ആക്ടിങ് ഓൺ ഹിസ് വേർഡ്. അവൻ പറഞ്ഞ വചനം അങ്ങ് അനുസരിക്കുക. ഈ സൂപ്പർ നാച്ചുറൽ സപ്ലൈ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി മുഴുവൻ ദൈവം ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, 2 രാജാക്കന്മാർ 7-ാം അധ്യായം ആദ്യത്തെ വചനങ്ങൾ വായിക്കുമ്പോൾ ശമര്യ പട്ടണത്തിൽ ഭയങ്കരമായൊരു പട്ടണം ഉണ്ടായി. പ്രവാചകൻ പറയണം, നാളെ ഈ നേരത്ത്, എല്ലാവരും ഒന്ന് പറഞ്ഞേ,
നാളെ ഈ നേരത്ത് എന്ന് വെച്ചാൽ വിതിൻ 24 hours നടത്തും. നാളെ വാച്ചിൽ നോക്ക്, നാളെ ഈ നേരം ആകുമ്പോഴേക്കും ഇവിടെ ഭയങ്കരമായൊരു പ്രോസ്പെറിറ്റി, സമൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്നു. ഒരിക്കൽ ഒരു വിശ്വാസിയായിരുന്ന ഒരു കോൺട്രാക്ടർ, അദ്ദേഹം ഭയങ്കരമായൊരു ബാങ്ക്രപ്സിയിലേക്ക് പോയി, പാപ്പരായിപ്പോയി. ആൾ കോൺട്രാക്ട് പണി എടുത്ത് ഒത്തിരി പേര് പാപ്പരാകണം, ബില്ല് പാസ്സാകുന്നില്ല, കാശ് കിട്ടുന്നില്ല, ഇന്ന ആളുകൾ ചതിച്ചു, ഇങ്ങനെയൊക്കെ. സോ ഈ മനുഷ്യൻ ഇതുപോലൊരു സിറ്റുവേഷനിലായ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ഒരു വേർഡ് കൊടുത്തു, ഒരു വചനം കൊടുത്തു. വചനം ഇതാണ്, Psalm 37:25. 37-ാം സങ്കീർത്തനം 25-ാമത്തെ വചനം ഇങ്ങനെയാണ്: I have never seen the righteous forsaken, nor his seed begging bread. ഞാൻ ഒരിക്കൽ പോലും നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്നതും അവൻ്റെ സന്തതി അപ്പം ഇരക്കുന്നതും കണ്ടിട്ടില്ല. ഈ വചനം അദ്ദേഹത്തിന് ആത്മാവിൽ കിട്ടി. ഈ മനുഷ്യൻ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മതിലൊക്കെ ഇതങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് സംഭവിച്ചത് കാര്യാദികൾ എന്ന് വെച്ചാൽ പാപ്പരായി കഴിഞ്ഞ ഈ കോൺട്രാക്ടർ ഈ വചനത്തിൽ കയറി പിടിച്ചു. അതിനുശേഷം സംഭവിച്ചത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പെട്ടെന്നാണ് ചില കോൺട്രാക്റ്റുകൾ വരുന്നു, അദ്ദേഹം അത് സൈൻ ചെയ്യുന്നു, പെട്ടെന്ന് ബിസിനസ് അങ്ങ് റിവൈവ്ഡ് ആകുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ അനുഭവ സാക്ഷ്യം എന്താണെന്ന് കേൾക്കണമോ? That one verse became my paycheck. ആ ഒരൊറ്റ വചനമാണ് എനിക്ക് കിട്ടിയ ചെക്ക്. ആ ചെക്ക് മാറിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തതെന്ന്. എത്ര വിശ്വസിക്കും? ദൈവവചനത്തിൽ കാണുന്ന വാഗ്ദത്തങ്ങളെല്ലാം ഓരോ പേച്ചക്കുകളാണ്. അതിനെ എൻകാഷ് ചെയ്യാൻ, അത് മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക, അതിൻ്റെ മേൽ പ്രവർത്തിക്കുക, വിശ്വാസത്താൽ പ്രവചനക്രിയകൾ ചെയ്യുക, അത് നമ്മൾ ഏറ്റുപറയുക. ഈ കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്തു വരും. പ്രാർത്ഥിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടി. ഇനി ഒന്നുകൂടിയുള്ള, നാളെ ഞാനത് പറഞ്ഞ് തീർക്കാൻ നാളെ ഞാൻ പറയാൻ പോകുന്നതാണ് മോസ്റ്റ് എക്സൈറ്റിങ്. ശത്രുക്കളിലൂടെ കർത്താവ് നമുക്ക് തരും. ഈ 6 എണ്ണം ഞാൻ പറയുന്നതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് 6-ാമത്തേത്. നാളെ ഞാൻ പറയാൻ പോകും. അതുകൊണ്ട് മുടങ്ങരുത്. നിങ്ങളുടെ മുമ്പിലും ചില ശത്രുക്കൾ ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. കർത്താവ് ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കൂടെ കൂടെ വരുന്ന പനി, കുളിര് പോലെ വരുന്ന, ചിൽസ് പോലെ വരുന്ന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. അതുപോലെ ഈ ചെസ്റ്റിനുള്ള കൺജക്ഷൻ എന്ന് വെച്ചാൽ ഈ ലങ്സിലൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, ആസ്മ പോലെയുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ക്യാൻസറും സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. പുകവലിശീലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയ അത്ഭുതങ്ങൾ കർത്താവെ നീ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. നാളത്തെ കാണാൻ മറക്കരുത്. ബൈ.